നമ്മൾ അടുത്ത തരം ചോദ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പോവുക. അപ്പോൾ അത് ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ ഇത് നോക്കൂ, ഇതൊരു പേനയാണ്. അപ്പോൾ രണ്ട് തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ. ഇതൊരു പേനയാണോ എന്ന് ചോദിക്കാം. അതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. ഇതെന്താണ് എന്നും ചോദിക്കാം അല്ലേ. അപ്പോൾ അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന ടൈപ്പ് ചോദ്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഞാൻ മലയാളത്തിൽ പറഞ്ഞത് ഇത് എന്താണ് എന്നാണ്. അപ്പോൾ എന്ത് എന്നുള്ളത് അങ്ങനെ ചോദ്യം ചോദിക്കാൻ നമ്മൾ സഹായിക്കുന്ന ഒരു വാക്കാണ്. അതുപോലെ കുറേ വാക്കുകൾ മലയാളത്തിലുണ്ട്. എപ്പോൾ, എവിടെ, എങ്ങനെ, എന്തുകൊണ്ട് എന്നൊക്കെ. ഇതിനൊക്കെയുള്ള ഇംഗ്ലീഷ് വാക്കുകളുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പെട്ടെന്ന് ആ വാക്കുകളൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ കണ്ട എന്ത് എന്ന് പറഞ്ഞ വാക്കില്ലേ, അതിന് നമ്മൾ ഇംഗ്ലീഷിൽ വാട്ട് എന്ന് പറയും. അടുത്തത് എപ്പോൾ അല്ലെങ്കിൽ എന്ന് എന്നൊക്കെ ചോദിക്കില്ലേ. അപ്പോൾ അത് നമ്മുടെ സമയത്തെ പറ്റി അറിയാൻ ചോദിക്കുന്ന ചോദ്യമാണല്ലേ. അതിന് നമുക്ക് ഇംഗ്ലീഷിൽ വെൻ എന്ന് ചോദിക്കാം. അപ്പോൾ എന്ത് എന്നുള്ളത് വാട്ട്, എപ്പോൾ, എന്ന് എന്നൊക്കെ ഉള്ളതിന് വെൻ. ഇനി അടുത്തത് സ്ഥലത്തെ പറ്റി എങ്ങനെ നമ്മൾ ചോദിക്കുക മലയാളത്തിൽ? എവിടെ എന്ന് ചോദിക്കും അല്ലേ. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് വേർ എന്നാണ്. വേർ, WHERE. അടുത്തത് എങ്ങനെ എന്ന് ചോദിക്കില്ലേ. അവരെങ്ങനെയാ വന്നേ, അവളെങ്ങനെയാ പാടിയേ എന്നൊക്കെ ചോദിക്കില്ലേ. ആ എങ്ങനെ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഹൗ എന്നാണ്. അപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത രീതിയെ പറ്റി ചോദിക്കാനാണ് ഈ ഹൗ എന്ന് പറയുന്നത്. ഇനി എന്തിനെങ്കിലും കാരണത്തെ പറ്റി ചോദിക്കാൻ നമ്മൾ മലയാളത്തിൽ എങ്ങനെ പറയാ? എന്തുകൊണ്ട്, എന്തിന് എന്നൊക്കെ പറയില്ലേ. എന്തുകൊണ്ടാ താമസിച്ചേ, എന്തിനാ പോയേ. അപ്പോൾ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് വൈ എന്ന വാക്കാണ്. വൈ. അപ്പോൾ സ്പെല്ലിംഗ് എന്താണ്? WHY, വൈ. ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതെല്ലാം എ വെച്ചാണ് തുടങ്ങുന്നത് അല്ലേ. എന്ത്, എപ്പോൾ, എങ്ങനെ, എവിടെ എല്ലാം എ എന്ന അക്ഷരത്തിലല്ലേ തുടങ്ങിയത്. ഇനി നമുക്കൊരാളെ പറ്റി, ഒരു വ്യക്തിയെ പറ്റിയാണ് ചോദിക്കേണ്ടതെങ്കിൽ അതിനെന്താണ് മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്? ആര് എന്നല്ലേ ചോദിക്കുക. അപ്പോൾ അതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? ഹൂ എന്ന് പറയും. അപ്പോൾ ഈ ആര് എന്ന് പറഞ്ഞ വാക്കിനൊരു വ്യത്യാസം ഉണ്ടെന്ന് ഞാനിങ്ങനെ എടുത്തു പറയാൻ ഒരു കാരണമുണ്ട്. നമ്മൾ ഹൂ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഹൂവിന് ചില പ്രത്യേക രീതികളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് മുൻപ് നമുക്ക് മറ്റ് ക്വസ്റ്റ്യൻ വേർഡ്സ് ഓരോന്നായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം നമ്മൾ കണ്ട സെൻറ്റൻസ് തന്നെ ഒന്ന് നോക്കാം. ഇതൊരു പുസ്തകമാണ്. ദിസ് ഈസ് എ ബുക്ക്. നമ്മൾ പഠിച്ചല്ലോ ഇതൊരു പുസ്തകമാണോ എന്ന് ചോദിക്കാൻ. എന്താ ചോദിച്ചത്? ഇസ് ദിസ് എ ബുക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ ഇനി എനിക്ക് ചോദിക്കേണ്ടത് ഇത് എന്താണ് എന്നാണ്. അപ്പോൾ അതൊരു യെസ് ഓർ നോ ചോദ്യമല്ല അല്ലേ. അവിടെ ഞാൻ കൃത്യമായിട്ടൊരു ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യം തന്നെയാണത്. WH ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ അവിടെ ഞാൻ എന്താ ചോദിക്കുക? എന്താണ് എന്നല്ലേ എനിക്ക് ചോദിക്കേണ്ടത്. അപ്പോൾ വാട്ട് എന്ന വാക്കാണ് ഞാൻ ഉപയോഗിക്കുക. അപ്പോൾ എന്താ പറയുക? വാട്ട് ഇസ് ദിസ്. അപ്പോൾ ആ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? ഇസ് ദിസ് എ ബുക്ക്. ഈ ചോദ്യം നമ്മൾ എങ്ങനെ ചോദിച്ചു? വാട്ട് ഇസ് ദിസ്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ പാറ്റേൺ കണ്ടല്ലോ. ആ ഇസ് ദിസ് എന്നുള്ളതിന് മുൻപ് നമുക്ക് ഏത് വാക്കാണോ ചോദ്യം ചോദിക്കാൻ വേണ്ടത് അത് ചേർത്താൽ മതി. വാട്ട് ഇസ് ദിസ്. ഇനി അടുത്തത് ശ്രദ്ധിക്കൂ. അവ ബാഗുകളാണ്. ദോസ് ആർ ബാഗ്സ്. ഇനി ഇതിനൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഞാൻ ചോദിക്കുക? അവ ബാഗുകളാണോ എന്ന് ചോദിക്കണം. ആർ ദോസ് ബാഗ്സ്? ആർ ദോസ് ബാഗ്സ്? ഇനി എനിക്ക് ചോദിക്കേണ്ടത് അവ എന്താണ് എന്നാണ്. അപ്പോൾ അവിടെയും ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്? എന്ത് എന്നുള്ളതാണ്. അപ്പോൾ വാട്ട് എന്ന് തന്നെ ചോദിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഞാനിവിടെ ചോദ്യം ചോദിക്കാൻ പോകുന്നത് നോക്കൂ. ഇവിടെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ കണ്ടില്ലേ. ആർ ദോസ് ബാഗ്സ്. ആ ആർ ദോസ് എന്നുള്ള രണ്ട് വാക്കുകൾക്ക് മുൻപ് നമുക്ക് ഏത് വാക്കാണോ ചോദ്യം ചോദിക്കേണ്ടത് ആ വാക്ക് ചേർത്താൽ മതി. അപ്പോൾ വാട്ട് അല്ലേ നമ്മുടെ വാക്ക്. അപ്പോൾ വാട്ട് ആർ ദോസ്? അവ എന്താണ്? ഉത്തരം അവ ബാഗുകളാണ്. വാട്ട് ആർ ദോസ്? ദോസ് ആർ ബാഗ്സ്. ഇനി അടുത്തത് വീണ അവധിയിലാണ്. അതായത് വീണ വന്നിട്ടില്ല എന്നർത്ഥം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? വീണ ഇസ് ആബ്സെൻറ്റ്. ആബ്സെൻറ്റ് എന്ന് പറഞ്ഞാൽ അവധിയിലാണ്, ആളില്ല, സ്ഥലത്തില്ല എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ വീണ ഇസ് ആബ്സെൻറ്റ്. അപ്പോൾ എനിക്ക് ചോദിക്കേണ്ട ചോദ്യം ആരാണ് അവധിയിൽ എന്നാണ്. അപ്പോൾ ആര്, ഒരാളെ പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ആര് എന്നുള്ളതിന് നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ പറയുക? ഹൂ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ചോദ്യം വരിക? ഹൂ ഇസ് ആബ്സെൻറ്റ്. കണ്ടോ, എനിക്ക് വീണ എന്നുള്ളതാണ് ഉത്തരമായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചോദ്യം ഉണ്ടാക്കിയത് നോക്കൂ. ആ വീണ എന്നുള്ളതിന് പകരം ഞാൻ ഹൂ എന്ന് ചോദിച്ചു. അപ്പോൾ ഹൂ ഇസ് ആബ്സെൻറ്റ് എന്ന ചോദ്യം കിട്ടി. ഇനി അടുത്തത് ലൈലയ്ക്ക് അസുഖമാണ്. അതായത് ലൈലയ്ക്ക് സുഖമില്ല എന്നർത്ഥം. അപ്പോൾ അതെങ്ങനെ നമ്മൾ പറയുക? ലൈല ഇസ് ഇൽ. ഇൽ എന്ന് പറഞ്ഞാൽ സുഖമില്ലാത്തതെന്നാണല്ലോ. ലൈല ഇസ് ഇൽ. അപ്പോൾ ഇവിടെ എനിക്ക് ചോദിക്കേണ്ടത് ആർക്കാണ് സുഖമില്ലാത്തതെന്നാണ്. അപ്പോൾ അതെങ്ങനെ ചോദിക്കുക? ഹൂ ഇസ് ഇൽ. കാരണം ഇവിടെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഉത്തരം ആ പേരാണ് ലൈല. അപ്പോൾ അതിന് പകരം ഞാൻ ഹൂ എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ മതി. ഹൂ ഇസ് ഇൽ, ലൈല ഇസ് ഇൽ.